ഹായ്. നമ്മൾ കുറേ ടൈം വരെ ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് കളർ വ്യത്യാസം ഇങ്ങനെ കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. തേനും പഞ്ചസാരയൊക്കെ കാരമലാവുന്നതാണ് ആ കളർ വ്യത്യാസം വരുന്നത്. ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ. പാനിലല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് മാറ്റി വെക്കാം. മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം, അത് കട്ട പിടിക്കും. അതിനാണ് പറയുന്നത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയുന്നത്. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. മറ്റേ കേക്ക് പോലെ ഇത് കുറച്ച് ടൈം എടുത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഇനി ഒന്ന് തണുത്തതിൻ്റെ ശേഷമാണ് നമ്മൾ മുട്ട വാനില എസൻസും ചേർത്തത് നമ്മളിതിലേക്ക് കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നേരിയ ചൂട് വേണം കേട്ടോ, എന്നാലേ പെട്ടെന്ന് ഇത് പിടിക്കുള്ളൂ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ചൂടിൽ ഒഴിക്കരുത്, ഒരു ഇളം ചൂടിൽ കേട്ടോ, പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക, കുറച്ചീച്ചായിട്ട്. നമ്മൾ ഒരു ചപ്പാത്തിൻ്റെക്കാട്ടി ലൂസായിട്ടുള്ള ഒരു മാവ് പരുവത്തിലാണ് നമുക്ക് ഈ ബാറ്റർ കിട്ടേണ്ടത്. അത് എത്ര നിങ്ങൾ എടുക്കുന്ന അളവ് പോലെ ഇരിക്കും. ഒരു 3.5 കപ്പ് 4 കപ്പൊക്കെ മൈദ അരിച്ച് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇട്ടിട്ട് കുറച്ച് ടൈറ്റ് ആവണ വരെ മൈദ ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമുക്ക് വേണ്ടത്. ഈ ലൂസിൽ തന്നെ നമുക്ക് കിട്ടും വേണം. ഓവറായിട്ട് പൊടിയിട്ട് നല്ല ചപ്പാത്തി പോലെ ടൈറ്റ് ആക്കരുത്. കൈമലൊക്കെ ഒട്ടുന്ന രീതിയിൽ തന്നെ വേണ്ടത്. പിന്നെ നമ്മൾ കുഴച്ചെടുക്കൊന്നും വേണ്ട. അത്യാവശ്യം ഒന്ന് നല്ല എല്ലാ ഭാഗത്തും ആക്കിയതിന് ശേഷം ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഒരു സെയിം അളവിൽ എത്ര എണ്ണം വേണോ അത്രയും കട്ട് ചെയ്തെടുക്കുക. ഇനി ഇത് ഓരോ ഉരുളകളാക്കിയിട്ട് ഒരു തോർത്ത് കൊണ്ടോ എന്തെങ്കിലും ഒരു പാത്രത്തിലാക്കിയിട്ട്
മാറ്റി വെക്കുക. എന്നിട്ട് പിന്നെ ഓരോന്നോരോന്നായിട്ടാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. ആ ടൈം കൊണ്ട് ഞാൻ ഇത് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുകയാണ്. ഞാൻ പാനിലല്ല, പിന്നെ ഓവണിലല്ല ഉണ്ടാക്കുന്നത് കേട്ടോ. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഓവണിൽ ഉള്ളവർക്ക് ഓവണിൽ ഉണ്ടാക്കുക, ഓവണില്ലാത്തവർക്കാണ് ഇങ്ങനെ ഉണ്ടാക്കുക. ഇതാണ് എളുപ്പം. ഇനി നമുക്ക് ഇതേപോലെ ഒരു ബട്ടർ പേപ്പറോ ഫോയിലോ വെച്ചിട്ട് ഓരോ ഉരുളകൾ ഇങ്ങനെ പരത്തി എടുക്കാം. നല്ല പ്രസ് ചെയ്തിട്ട് പരത്തിയിട്ട് ഒരു റൗണ്ടിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു അടുപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളടുത്ത് ഏതാ ഉള്ളത് അത് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതേപോലെ കറക്റ്റ് അളവ് എടുത്തിട്ട് ബാക്കി ബാലൻസ് നമുക്ക് മാറ്റിയെടുക്കാം. ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് നമ്മളിതിങ്ങനെ കുത്തി കൊടുക്കണം. ഇത് പൊള്ളി വരാതിരിക്കാനാണ് കുത്തി കൊടുക്കുന്നത്. കംപ്ലീറ്റ് നമ്മൾ ഇതേപോലെ ഫോർക്ക് വെച്ച് കുത്തി കൊടുക്കുക. എന്നിട്ട് ഈ പ്രീഹീറ്റ് ചെയ്ത് വെച്ച പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ അത് നമുക്ക് വെന്ത് കിട്ടും. ഉണ്ടല്ലേ? അപ്പോൾ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. ആ ചൂടിൽ തന്നെ നമ്മളിത് ഇളക്കിയെടുക്കണം. നല്ല സോഫ്റ്റാണ്. പതുക്കെ വേണം ഇളക്കിയെടുക്കണമെങ്കിൽ കേട്ടോ. അങ്ങനെ കംപ്ലീറ്റ് ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുക. അങ്ങനെ ചുട്ടെടുത്തിട്ട് ഒന്നോ അല്ലെങ്കിൽ ബാലൻസ് വന്നതോ ഇതേപോലെ മിക്സിയിൽ ചെറിയ ജാറിൽ ഇട്ട് പൊടിച്ച് മാറ്റി വെക്കുക. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കാം. ഞാൻ 1.25 കപ്പാണ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുള്ളത്. ആ പൊടി നമുക്ക് കേക്കിൻ്റെ മേലെ വിതറാനുള്ളതാണ്, അപ്പോൾ അത് പൊടിച്ചിട്ട് മാറ്റി വെക്കണം. ഇനി വിപ്പിംഗ് ക്രീം ഒന്ന് നമുക്ക് ഇതേപോലെ അടിച്ചെടുക്കാം. ഞാൻ ഇതിൽ മധുരം ഉണ്ടാവും, ഈ വിപ്പിംഗ് ക്രീമിൽ നേരിയ മധുരം ഉണ്ട്. എന്നാലും ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. പൊടിച്ച പഞ്ചസാരയാണ് ഇട്ടെടുക്കേണ്ടത് കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നല്ല സ്റ്റിഫായിട്ട് കിട്ടണ വരെ ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഷുഗർ സിറപ്പ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഷുഗർ സിറപ്പ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ്. അത് തേനിൽ കുറച്ച് ചുടുവെള്ളം ചേർത്തിട്ടാണ് ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുള്ളത്. അത് ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ തണുപ്പിക്കണം. കേക്ക് സെറ്റാക്കാൻ നമ്മൾ ഇതാക്കണ മുമ്പ് തന്നെ ഫസ്റ്റിൽ ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഷുഗർ സിറപ്പും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ആദ്യം കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഓരോന്നായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ കുറച്ച് ഷുഗർ സിറപ്പ് മേലെ തേച്ച് കൊടുത്തിട്ട് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുക. അങ്ങനെ ഓരോ ലെയറായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക. ഞാൻ ഇങ്ങനെ ഫോയിൽ വെച്ചിട്ടുള്ളത് പൊടികളൊക്കെ അധികം പുറത്ത് പോവാതിരിക്കാനാണ്. നന്നായിട്ട് ചുറ്റുഭാഗത്തും ആവുമല്ലോ ഇങ്ങനെ ആയാലും നമ്മൾ റെഡിയാക്കിയാൽ, ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാനിത് കാണിക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് സെറ്റ് ചെയ്യുന്നതൊക്കെ. ഓരോ ലെയർ നമ്മൾ ഷുഗർ സിറപ്പ് വെക്കുക, പിന്നെ ക്രീം വെക്കുക, പിന്നെ കംപ്ലീറ്റ് ഓരോന്നോരോന്നായിട്ട് വെക്കുക കേട്ടോ ഇതേപോലെ. ഇനി ഞാൻ ഇതേപോലെ ക്രീമൊക്കെ തേച്ചിട്ട് 2 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഈ പൗഡർ ഇതിൻ്റെ മേലെ ഇതാക്കി കൊടുക്കുന്നത്. കേക്ക് തീരെ ഉണ്ടാക്കാൻ അറിയാത്തവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന കേക്കാണിത്. അപ്പോൾ നമ്മൾ ഹണി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, താങ്ക് യു.